പാലക്കാട് പട്ടാമ്പി പെരിന്തൽമണ്ണ പാതയിൽ ആമയൂരിൽ സ്വകാര്യ ബസ്സും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. അപകടത്തിൽ സ്വകാര്യ ബസ്സിന്റെ മുൻഭാഗം തകർന്നുപോയി. ആർക്കും പരിക്കില്ല, ആശ്വാസം. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് മറ്റു വിവരങ്ങൾ നൽകുന്നു. പറയൂ നിഖിൽ. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ 6:15 ഈ അപകടം നടക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. അതിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ ടൂറിസ്റ്റ് ബസ് അല്പം വേഗതയിലായിരുന്നു കടന്നു വന്നിരുന്നത്. പെട്ടെന്നൊരു വളവ് വളയുന്നതിനിടെ ഈ ബസ്സിനെ നിയന്ത്രണം വിടുകയും അപ്പുറത്ത് നിന്ന് അഭിമുഖമായി വരികയായിരുന്ന സ്വകാര്യ ബസ്സിൽ ഇടിക്കുകയുമായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇടിയുടെ ആഘാതത്തിൽ സ്വകാര്യ ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. അപകടത്തെ തുടർന്ന് ഈ മേഖലയിൽ കുറച്ചു സമയം ഗതാഗത കുരുക്കുണ്ടായി. പിന്നീട് ബസ് റോഡിൽ നിന്ന് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. ഇതിൽ പ്രധാനമായും ഈ ടൂറിസ്റ്റ് ബസ്സിന്റെ വേഗതയാണ് ഈ അപകടത്തിന് ഇടയാക്കിയ സാഹചര്യം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. ഈ വളവൊക്കെ വളയ്ക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഡ്രൈവർമാർ പാലിക്കേണ്ട മര്യാദകളുണ്ട്. അത് പൂർണ്ണമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. റോഡിലൊക്കെ വഴുക്കുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് പൊടുന്നനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, അത് സാധ്യമാകാതെ വരുന്നു. തുടർന്നാണ് ഈ സ്വകാര്യ ബസ്സിന്റെ മുൻഭാഗത്തേക്ക് ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മുൻഭാഗത്ത് രാവിലെ ആയതുകൊണ്ട് തന്നെ യാത്രക്കാർ കുറവായിരുന്നു. അതുകൊണ്ടാണ് ഒരു അപകടത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായത്. ആർക്കും പരിക്കേറ്റിട്ടില്ല. ഏതാനും സമയം ഗതാഗത കുരുക്കുണ്ടായെങ്കിലും ബസ് സൈഡിലേക്ക് മാറ്റിയിട്ട ശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ ലഭ്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ അപകട കാരണം യഥാർത്ഥത്തിൽ വ്യക്തമാവുകയാണ്. എന്തായാലും അത്ഭുതകരമായാണ് അതിലുണ്ടായിരുന്ന യാത്രക്കാർക്കടക്കം. നിഖിൽ പ്രമേഷാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്.